ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. വർമ്മ സാറിൻ്റെ ഈ 6 അടി 2 ഇഞ്ച് പൊക്കവും കൈയുടെ ബലവും ഉറക്ക സംസാരിക്കാനുള്ള സാറിൻ്റെ ഈ നാവും ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ ദാനമാണ്. മഹാദേവ വർമ്മ സാറ് സമ്പന്നനായതും സമൂഹത്തിൽ വലിയ ആളായതും മന്ത്രിയായതും ഒക്കെ പത്മാവതി മേഡത്തിൻ്റെ അച്ഛൻ്റെ ഔദാര്യമാണ്. സ്നേഹവും ഐശ്വര്യവും വെളിച്ചവും തന്ന് സർവ്വതും തന്ന് ഈ മഹാലക്ഷ്മിയുടെ എല്ലാം കൈപ്പറ്റിയതിന് ശേഷം ഇതിനെ ചവിട്ടിയൊടിച്ചത് ദാണ്ട് ഈ നിൽക്കുന്ന ആ രാക്ഷസിയുടെ വാക്ക് കേട്ട അംബികയെ നോക്കിയാണ് വേണുവേട്ടൻ പറയുന്നത്. നട്ടല് പണയം വെച്ചിരിക്കുന്ന സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നാണക്കേട് തോന്നുക സാറേ. അംബികയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുക. ഇനി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പ്രതാപൻ ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുമോ, ഇപ്പം തന്നെ എന്നെ അടിച്ച് പുറത്താക്കുമോ, ആ ഒരു ഭയത്തിലാണ് അംബിക. ഇനി ഞാൻ പവിത്രയല്ല സംയുക്തയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എന്നെ എന്ത് ചെയ്യുമെന്ന് പേടിച്ച് സംയുക്തയെ നിൽക്കുക. പത്മാവതിയെ പ്രതാപൻ കൈനീട്ടി അടിച്ചുകൂടെ കണ്ടപ്പോൾ വേണുവേട്ടനാണെങ്കിൽ ഈ അന്യായം കണ്ട് തിളച്ചു മറിയുവാണ്. സാർ ഇനിയും ഈ അമ്മയും മകളെയും കരയിപ്പിച്ചാൽ ഇതെല്ലാം കടലെടുത്തു പോകും സാറേ. എൻ്റെ കാരണം കാലമാണ് കടല്. പ്രതാപന് സഹിക്കുന്നതിനപ്പുറം. നിർത്തടാ, തന്നെ ആരാ വിളിച്ചത് ഇവിടെ വന്ന് അഭിപ്രായം പറയാൻ? പ്രതാപൻ അങ്ങനെ പറഞ്ഞപ്പോൾ അംബികയ്ക്ക് നല്ല ചിരി മുഖത്ത് വരുന്നുണ്ട്. എന്നാൽ പത്മയ്ക്കും ഹൃദയയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവർ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുവാണ്. മാനവും രോഷവും കെട്ട മന്ദബുദ്ധിയായ പ്രതാപൻ പറയാ, ഇതെൻ്റെ വീടാ, ഇവിടെ കയറി വരുന്നതിന് എൻ്റെ പെർമിഷൻ വേണം. സങ്കടവും ദേഷ്യത്തോടെ ഹൃദയ അച്ഛാ എന്ന് വിളിക്കുക. നീ മിണ്ടിപ്പോകരുത്. എന്നെ അഡ്വൈസ് ചെയ്യാൻ താൻ ആരാടോ? താൻ പണ്ടെൻ്റെ ഡ്രൈവറായിരുന്നു. ഡ്രൈവറുടെ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതി. ഇതിപ്പരം ഒരു സങ്കടം വേണുവേട്ടനുമില്ല. പാവം വേണുവേട്ടൻ തൻ്റെ സങ്കടത്തോടെ തലകുനിഞ്ഞ് നിൽക്കുക. പത്മാവതിക്കും ഹൃദയയ്ക്കും അത് കണ്ടു നിൽക്കാനേ കഴിയുന്നില്ല. എൻ്റെ മകളുടെ കെട്ടിയോൻ്റെ അച്ഛനാ താൻ. ആ ഒരു ബന്ധം മാത്രം മതി, അതിനപ്പുറം ഒന്നും വേണ്ട. ഇറങ്ങിപ്പോടോ ഇവിടുന്ന്. കൗരവ സഭയിൽ പാഞ്ചാലി അപമാനിക്കപ്പെട്ടു നിന്നതിനേക്കാൾ കഷ്ടത്തിലാണ് പാവം വേണുവേട്ടൻ അവിടെ നിൽക്കുന്നത്. അംബികയുടെ ആ ഒരു മുഖത്തെ സന്തോഷം, അംബികയുടെ കള്ളത്തര ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആ നശിച്ച പ്രതാപൻ്റെ മുന്നിൽ വളരെ അപമാനിതനായി പാവം വേണുവേട്ടൻ തലകുനിഞ്ഞ് നിൽക്കുക. ചങ്കു പൊട്ടുന്ന വേദനയോടെ വേണുവേട്ടൻ പറയാ, തെറ്റ് പറ്റിയത് എനിക്കാ സാറേ, എന്നോട് ക്ഷമിക്ക് വർമ്മ സാറേ. വികാരം കൊണ്ട് വിവേകം കൈവിട്ട സമയം ഞാൻ പഴയ ആളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ആ സൂര്യമംഗലത്തിലോട്ട് എന്നോട് ക്ഷമിക്ക് സാറേ എന്ന് കൈകൂപ്പി തൊഴുതിട്ട് കണ്ണുനീരോടെ താണ്ട വേണുവേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി പോവുക. പത്മാവതിക്ക് ഇതിൽ കൂടെ സഹിക്കാൻ പറ്റുന്നില്ല. പത്മാവതി പുറകിന് ഓടിപ്പോവാ. വേണുവേട്ട അവിടെ നിൽക്ക് വേണുവേട്ട, പ്രതാപേട്ടൻ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ, ഞാൻ ക്ഷമ ചോദിക്കുന്നു വേണുവേട്ട എന്നൊക്കെ പറയുന്നെങ്കിലും വേണുവേട്ടൻ തിരിഞ്ഞു പോലും നോക്കാതെ കരഞ്ഞുകൊണ്ടങ്ങ് പോവുക. പ്രതാപൻ എന്നിട്ട് അഗ്രിമെൻ്റ് എടുത്ത് സംയുക്തയെ കാണിച്ചിട്ട്, ഒപ്പിട് സിസ്റ്ററെ. സംയുക്ത ഇങ്ങനെ ആകെ പതറി വിഷമിച്ച് നിൽക്കുക. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവൾക്കും അറിയാവുന്ന. ഇതെല്ലാം അന്യായമാണല്ലോ നടക്കുന്നതെന്നോർത്ത്. പക്ഷേ അംബികയുടെ മുന്നിൽ ഇതെല്ലാം അനുസരിച്ചില്ലെങ്കിൽ അവളുടെ കുടുംബത്തെ മൊത്തം കൊന്നുകളയുമല്ലോ എന്നുള്ള ഭീഷണി. എന്ത് ചെയ്യണമെന്നറിയാതെ സംയുക്ത ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അംബിക പറയാം, വാങ്ങിച്ചൊപ്പിടറി എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുമ്പോൾ ഹൃദയ പറയാം, ഒപ്പിടരുത്. അപ്പോൾ പ്രതാപൻ, ഞാനാ പറയുന്നത് സിസ്റ്ററെ, ഒപ്പിട്. അംബികയ്ക്ക് പിന്നെയും കലിവരെ, നിന്നോടല്ലേ പറഞ്ഞ ഒപ്പിടറി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പറയുമ്പോൾ ആ ഭയത്തോടെ പെട്ടെന്ന് സംയുക്ത അതിൽ ഒപ്പിടുവാണ്. ഇതിനെല്ലാം സാക്ഷിയായിട്ട് നമ്മുടെ യാമിനി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇതെല്ലാം കണ്ടിട്ട് ഹൃദയ പെട്ടെന്ന് ഹൃദയം പൊട്ടി ശപിക്കുന്ന പോലെ പറയാം, അങ്കിള് പറഞ്ഞ ശരിയാ, ഇതെല്ലാം കടലെടുത്ത് പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹൃദയ അവിടെ നിന്ന് പോയി. എല്ലാം വെട്ടിപ്പിടിച്ച സന്തോഷത്തിൽ അംബിക തൻ്റെ മകൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്ന് ആ അഗ്രിമെൻ്റ് പേപ്പർ കാണിക്കുക. ദാണ്ട മോനെ, അങ്ങനെ ആ ചാരിറ്റബിൾ സൊസൈറ്റി എൻ്റെ പേരിലോട്ട് വന്നു. അവളുമാരുടെയൊക്കെ വെല്ലുവിളിയെ നേരിട്ട് എൻ്റെ അമ്മ ഈ അഗ്രിമെൻ്റ് നേടിയെടുത്തല്ലോ. അപ്പോൾ നമ്മൾ വിജയിച്ചു അല്ലേ? നമ്മൾ വിജയിക്കണമല്ലോ മോനെ. പിന്നെ ഈ അംബിക വർമ്മയും മകനും എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അമ്മയുടെ മകളുടെ ഒരു അഭ്യാസവും നടന്നില്ല. ഞാൻ പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി കെട്ടി. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുമല്ല എൻ്റെ മോൻ അറിയാവോ? എന്താ അമ്മേ, ഇനി മുതൽ ഈ അക്കൗണ്ട് എൻ്റെ കീഴിലായിരിക്കും. നമ്മുടെ കമ്പനികളിൽ നിന്നും മറ്റുള്ളിടത്തുമായി വരുന്ന ചാരിറ്റബിൾ സൊസൈറ്റിക്കായി വരുന്ന പണം മുഴുവനായിട്ട് എൻ്റെ കയ്യിലോട്ട് വരും. എങ്ങനെയുണ്ട് ഐഡിയ? ഉഗ്രനല്ലേ അമ്മേ? അപ്പോൾ സിസ്റ്റർ പവിത്ര ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും? അവൾ എൻ്റെ അടിമയല്ലേ എക്കാലത്തും. അവൾ എന്നും അങ്ങനെ തന്നെ അങ്ങ് നിന്നോളും. അമ്മേ, അവളുടെ വായ അടപ്പിക്കുന്ന രീതിയിൽ അമ്മ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, അവൾ ഇനി മിണ്ടില്ലടാ. അതാ ഞാൻ നിന്നോട് പറഞ്ഞത്, അവൾ എന്നും എൻ്റെ അടിമയാണെന്ന്. അമ്മയോടൊരു കാര്യം പറയാൻ മറന്നു. എന്താ മോനെ, ഫണ്ട് വല്ലതും മറിക്കണം? ഇപ്പോൾ വേണ്ട അമ്മേ, ഇലക്ഷന് മുക്കിയ കുറേ പൈസ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ഹണിമൂണിൻ്റെ കാര്യം അമ്മേ. ഞാനതൊന്നും മറന്നിട്ടില്ല. മോൻ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്? ഫോറിൻ കൺട്രീസാണോ? അവൾക്കതിലൊന്നും താല്പര്യമില്ലമ്മേ. കേരളത്തിൽ എവിടെയെങ്കിലും മതിയെന്നാ അവൾ പറയുന്നത്. ഇവൾ എന്തൊരു പെണ്ണാടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രതാപനോട് പറയാം, എന്നിട്ട് അവനെ കൊണ്ട് തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്തു തരാം. എന്തായാലും ഈ അഗ്രിമെൻറ്റ് ഞാൻ കൊണ്ടുപോയെന്ന് സൂക്ഷിച്ച് വെക്കട്ടെ.
യാമിനിയും പത്മയും ഹൃതിയും കൂടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഹൃതിക കരഞ്ഞോണ്ട് പറയും, അമ്മേ നമ്മൾ തോറ്റുപോയല്ലോ അമ്മേ. ഇതൊന്നും ഒരു തോൽവിയായിട്ട് കരുതണ്ട മോളെ, നിന്റെ അച്ഛൻ ചെന്ന് പെടുവല്ലയോ. അവള് വിരിച്ചിടുന്ന വലയിലോട്ട് ചെന്നങ്ങ് കയറുവല്ലേ. യാമിനി പറയാ, സത്യത്തിൽ ഈ പ്രതാപേട്ടൻ ഇത്രയ്ക്ക് മണ്ടനാണോ? ഇനിയും ആ സ്ത്രീയെ മനസ്സിലാക്കാത്തത് എന്താ? ഇങ്ങനെയുണ്ടോ ഒരാങ്ങളെയും പെങ്ങളും? അതെങ്ങനെയാ യാമിനി? അവള് പെറ്റമ്മ ചമഞ്ഞ് പ്രതാപേട്ടനെ മയക്കി എടുത്തിരിക്കുവല്ലേ. അമ്മേ, അവസരം കിട്ടിയാൽ ആ രാക്ഷസൻ എൻ്റെ അച്ഛനെ കൊന്നുകളെ. അച്ഛനെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാമെന്നല്ലേ നമ്മൾ നോക്കുന്നത്. പക്ഷേ അച്ഛൻ പഴയതിനേക്കാളും കൂടുതൽ അവരുടെ ചതുക്കുഴിയിൽ ചെന്ന് വീഴുവാണല്ലോ. ഈ പ്രസ്ഥാനം അവളുടെ കയ്യിൽ, അവളത് കൊണ്ടുപോയി വിഴുങ്ങും ചേട്ടത്തി. അവൾ കൊണ്ടുപോയി തിന്നട്ടെ യാമിനി. ഇത് പാവങ്ങൾക്ക് കിട്ടേണ്ട കാശല്ലേ ഏട്ടത്തി, ഇതെല്ലാം അവൾ വിഴുങ്ങുവാണല്ലോ. ആ സംയുക്ത അവളുടെ ആളാ. സംയുക്ത വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരിക്കും. അമ്മേ, ഈ സംയുക്ത ഇവരും തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ട്. ആ സ്ത്രീയെയും ഇവളെന്തിലോ പെടുത്തിയിട്ടുണ്ടാവും. ദൈവമേ, ഇവിടെ അവസാനം എന്നായിരിക്കുമോ? ഒളിഞ്ഞു നോട്ടക്കാരി നന്ദനെ ഒളിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ വല്യമ്മായിയെ വല്യമ്മാവൻ തല്ലുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഹൃദയക്കാണെങ്കിൽ ഇവളെ കാണുന്ന ദേഷ്യം. അതിന് നിന്റെ സഹായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോടി? മനസ്സുകൊണ്ട് ഹൃദയ, ഞാൻ നിങ്ങളോടൊപ്പമാ. യാമിനി പറ, ദേ കുട്ടി ഇങ്ങോട്ട് നോക്കിക്കേ. കുട്ടി ഏത് തരക്കാരിയാണെന്നോ എന്ത് സ്വഭാവക്കാരിയാണെന്നോ എങ്ങനെയുള്ളവളാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇനി മനസ്സുകൊണ്ടും ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ അത് വേണ്ട. ഇനി ഇതിൻ്റെ പേരിൽ നിന്റെ അമ്മായിയമ്മയോടും ഭർത്താവിനോടും അടികൂടാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്റെ അമ്മായിയമ്മ ആരാണെന്ന് നീ കണ്ടില്ലേ? അവരൊരു മനുഷ്യശ്രീയൊന്നും അല്ല. നീയും സൂക്ഷിച്ചോ, എങ്കിൽ എൻ്റെ അടുത്ത് അവരുടെ വേലയൊന്നും ചിലവാകില്ല. നിന്നോട് എൻ്റെ ചെറിയമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങളുടെ അടുത്ത് നീ സേവ കൂടാനൊന്നും വരണ്ട. ആ സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. പത്മാവതി ചോദിക്കുക, ഈ സമയത്ത് മോൻ എവിടെ പോയിരുന്നു? അമ്മേ, അത് ഞാൻ ജഗനങ്ങളുടെ അടുത്തൊന്ന് പോയതാ. അമ്മായിയപ്പൻ മന്ദബുദ്ധിയാണെങ്കിൽ മരുമകൻ മന്ദബുദ്ധിയും പൊട്ടനുമാ. ആ അനന്തംപിള്ളയുടെ മകൾ നിൽക്കുമ്പോഴാണ് പറയുന്നത് ജഗന്നാഥനെ കാണാൻ പോയിട്ട് വരുവാന്ന്. ഹൃതികയും പത്മയും ഇങ്ങനെ ഞെട്ടിപ്പോയി. നന്ദനെ അത് കേട്ടിങ്ങനെ അതിശയത്തോടെ നോക്കുക. അന്നേരമാണ് രാജുവിന് ബോധം വന്നിട്ട് അവൻ നന്ദനെ കാണുന്നത്. യാമിനി ചോദിക്കുക, രാജു കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആ, അറിഞ്ഞ്. ഇത് ഋതുവിൻ്റെ വാശിയും മുൻകോപമാ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. ഇതിപ്പോൾ കുളങ്കലക്കി പരുന്തിന് കൊടുത്ത പോലെ ആയില്ലേ. ഹൃദയക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം കൊണ്ടുപോയ നന്ദനയ്ക്കാന്നെ നല്ല സന്തോഷമുണ്ട്. ആ അംബിക പരുന്തല്ല, കഴുകന. അപ്പം ഞാനാണ് ഇതിന് ഉത്തരവാദി എന്നാണോ രാജു പറയുന്നത്? ഋതു, നീ നല്ലതിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. പക്ഷേ എടുത്തുചാട്ടത്തിൽ കൂടിയല്ല ഇതൊക്കെ നേടേണ്ടത്. മോനെ, ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്ക് കൂടണ്ട. ഹൃദയ പറയാം, അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി ഈ കുറ്റപ്പെടുത്തലിൻ്റെ അർത്ഥം. നന്ദനയ്ക്ക് അത് വളരെ സുഖിച്ച്. അവൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ. രണ്ടുപേരും പെട്ടെന്ന് തന്നെ തെറ്റിപ്പിരിഞ്ഞു പോകും. ഋതിക ദേഷ്യത്തോടെ നടന്നു പോകുമ്പോൾ രാജു, ഋതു അവിടെ നിൽക്കും. ഋതിക തിരിഞ്ഞു നോക്കാതെ പോവുക. പക്ഷെ രാജു പെട്ടെന്ന് നന്ദനയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അവൾ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. പ്രതാപൻ ഒറ്റയ്ക്ക് റൂമിൽ നിന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നു, എന്തോ കുറ്റബോധം തോന്നുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് സാർ എന്നും വിളിച്ചുകൊണ്ട് രാജു അങ്ങോട്ടില്ല. രാജു, നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് സ്നേഹത്തോടെയാണ് പ്രതാപൻ വിളിക്കുന്നത്. രാജുവിൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പ്രതാപൻ പറയാം, അല്പം മുമ്പ് ഒട്ടും സുഖകരമല്ലാത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ അറിഞ്ഞു സാറേ. അയ്യോ രാജു, നീ എന്നോട് ക്ഷമിക്കണം. സാർ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ആ പൊട്ടൻ രാജു അവൻ്റെ അച്ഛനെ ആട്ടി ഓടിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല. അതല്ലടാ രാജു, ഞാൻ വേണുവേട്ടനോട് മോശമായിട്ട് പെരുമാറി. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞുപോയി. എൻ്റെ കൺട്രോൾ പോയെന്ന സമയത്താ. എനിക്കിനി കുറേ ദിവസത്തേക്ക് ഉറക്കവും നഷ്ടപ്പെടും. അരുതാത്തതായിരുന്നു രാജു, പക്ഷേ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പ്രതാപൻ സങ്കടപ്പെടുന്നുണ്ട്. രാജു പറയാം, അച്ഛനും സാറും തമ്മിൽ വല്ലാത്ത ഒരു ആത്മബന്ധമുണ്ട്. സാരമില്ല സാറേ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു തീർത്താൽ മതി. എന്നാലും രാജു, ഒരെന്നാലും ഇല്ല സാറേ, സാറ് വിഷമിക്കേണ്ട. എനിക്കിതിൽ പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എങ്ങനെ വരാനാണ് ആ പൊട്ടൻ രാജു? നിൻ്റെ അച്ഛനെ അപമാനിച്ചാലും നിനക്കൊരു നാണക്കേടും വിഷമവും പരിഭവവും ഇല്ല. എൻ്റെ അച്ഛനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഞാൻ സാറിനെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടുപേരും എനിക്ക് ഒരുപോലെ ദൈവതുല്യരാ. അത്രയും ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് രാജു അങ്ങ് പോയി. ഒരു പക്ഷേ രാജു അവൻ്റെ കൈ കൊണ്ട് അടിക്കാതെ തന്നെ പ്രതാപൻ്റെ കർണത്തെ അടിച്ചതാണോ എന്നും സംശയമില്ലാതില്ല. വേണുവേട്ടൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് രാധമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പ്രിയെ വന്നിട്ട് ചോദിക്കും, അമ്മ ഇതെന്തുവാ വഴിക്കണ്ണുമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എടി, നിൻ്റെ അച്ഛൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അത് കൊള്ളാലോ, അമ്മ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അച്ഛനെ കൊച്ചു കുഞ്ഞൊന്നുമല്ല പോയിട്ട് വഴി തെറ്റി അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കാൻ. എൻ്റെ ജയേട്ടൻ എവിടെ പോയാലും ഞാനിങ്ങനെയൊന്നും കാത്തു നിൽക്കാറില്ല. മതിയടി എന്നെ കളിയാക്കിയത്. എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ദാണ്ട നമ്മുടെ വേണുവട്ടൻ സങ്കടത്തോടാണ് അങ്ങോട്ട് വരുന്നുണ്ട്. ദോണ്ടമ്മ, അച്ഛൻ വരുന്നുണ്ട്. അമ്മയ്ക്ക് വല്ല ദിവ്യശക്തി ഉണ്ടോ? അമ്മയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ ദൈവം ദാണ്ട് അച്ഛനെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ. എടി പ്രിയെ, നിനക്കിപ്പോൾ മെക്കിട്ട് കയറാൻ നിൻ്റെ അമ്മായിയമ്മ സ്ഥലത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മെക്കിട്ട് കയറാൻ വരുവാണോ? കയറിപ്പോടിയകത്ത്. വളരെ ദുഃഖിതനായിട്ട് വേണുവേട്ടൻ വന്ന കസേരയിലിരിക്കുക.
രാധമ്മ ചോദിക്കുക, എന്താ വേണുവേട്ടാ മുഖം അല്ലാതിരിക്കുന്നത്? വർമ്മ സാറിനെ പോയി കണ്ടായിരുന്നു? പോകണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുക രാധേ. എന്താ ഉണ്ടായത് വേണുവേട്ടാ? വേണുവേട്ടൻ കാര്യം പറ രാധേ. ഇതൊന്നും നിന്നോട് പറയരുന്ന മനസ്സിൽ വിചാരിച്ചോണ്ടാ ഞാൻ ഈ പടി കയറി വന്നത് തന്നെ. എന്ത് ചെയ്യാനേ, എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മുഖത്ത് വരും. അതൊന്നും എനിക്ക് മറച്ചു വെക്കാനും പറ്റില്ല. വേണുവേട്ടൻ നടന്നത് എന്താണെന്ന് വെച്ചാൽ പറ. വർമ്മ സാറ് വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി. എൻ്റെ വേണുവേട്ട എന്താ ഉണ്ടായെന്ന് എന്നോട് തുറന്ന് പറ. വേണുവേട്ടൻ അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് രാധമ്മയോട് പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് രാധമ്മ പറയാം, വേണുവേട്ട മനുഷ്യർ ചിലരങ്ങനെ എല്ലാ സാഹചര്യത്തിനനുസരിച്ച് അവർ പെരുമാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രീലക്ഷ്മി ജോലി കഴിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അകത്ത് കയറി പോവാം. രാധമ്മ പറയാം, മോളെ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വാ, അമ്മ മോക്ക് കാപ്പി എടുത്തു വെക്കാം. ഈ സമയത്ത് സാവിത്രിയുടെ ഫോൺ ശ്രീലക്ഷ്മിക്ക് വരുക. ശ്രീലക്ഷ്മി, ഞാനൊരു വലിയ ചതി കണ്ടുപിടിച്ചിട്ട് വരുക. ഞാൻ ആ പാറക്കണ്ടം മണ്ടോദരി എന്ന മന്ത്രവാദിനിയുടെ വീട്ടിൽ പോയിരുന്നു. ശ്രീമോളെ, നിനക്ക് മുഴുത്ത് ഭ്രാന്താകാൻ വേണ്ടിയേ രുക്മിണി അവരുടെ കയ്യിൽ നിന്നാ മരുന്ന് വാങ്ങിച്ചത്. അങ്ങനെ സാവിത്രി അവിടെ ചെന്ന് ആ ദുർമന്ത്രവാദിനിയുടെ വീഡിയോ എടുത്തതും എല്ലാ കാര്യങ്ങളൊക്കെ ശ്രീലക്ഷ്മിയോട് പറയാം. അപ്പം ചേച്ചി, ഞാൻ ആ മരുന്ന് എനിക്ക് കലക്കുന്ന കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്തായേനെ? ഒരു സംശയം വേണ്ട ശ്രീ, നിന്നെ പിന്നെ ഉളമ്പാറ ചെന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതും അതിനുള്ള കാശൊക്കെ ചെലവാക്കിയതുമേ ഋതികമോളാ. എന്നിട്ട് സാവിത്രി ഋതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ആ മന്ത്രവാദിനിയുടെ വീട്ടിൽ പോയിരുന്നു. എല്ലാ കാര്യങ്ങളും മോളെ നേരിട്ട് കണ്ട് ഞാൻ പറയാം. ആ ദുർമന്ത്രവാദിനെ അകത്താക്കുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ വരെ എടുത്തിട്ടുണ്ട് മോളെ. ചേച്ചി എന്നാലേ ഇങ്ങോട്ട് എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരാം. അതിനെന്താ, വരാം മോളെ. ഞാനിപ്പോൾ തന്നെ രാജുവിൻ്റെ വീട്ടിലോട്ട് പോവാം. രുക്മിണിയെ ഇന്ന് തന്നെ എല്ലാവരും ചേർന്ന് കൈകാര്യം ചെയ്യണം. ഋതിക പെട്ടെന്ന് തന്നെ രാജുവിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുക. അങ്ങനെ ശ്രീലക്ഷ്മിയും സാവിത്രിയും ഋതികയും കൂടെ സംസാരിക്കുവാണ്. പാറക്കണ്ടം മണ്ടോദരിയെ കണ്ട കാര്യം പറയാം. ഈ ഉപ്പുകണ്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടേ പാറക്കണ്ടം കേൾക്കുന്നത് എന്നൊക്കെ ശ്രീലക്ഷ്മിയും പറയുന്നുണ്ട്. ചേച്ചി, ആ വീഡിയോ എവിടെ? സാവിത്രി ആ വീഡിയോ കാണിക്കുക. ഇത് മരുമകളുടെ വയറ്റിലോട്ട് ആരും അറിയാതെ പല പ്രാവശ്യമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്ന വീഡിയോ എല്ലാം ശ്രീലക്ഷ്മിയും ഋതികയും കാണുക. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അവളെ പിന്നെ ഊളം ചെന്ന് കണ്ടാൽ മതി. അവരെങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ശ്രീലക്ഷ്മി ചോദിക്കുന്നു, ഇവരെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സാവിത്രി പറയാം, മോളെ ഇത് നല്ല ഒന്നാന്തരം ഒരു തെളിവല്ലേ? അതെ, ഈ തെളിവ് വെച്ച് ആ ദുർമാന്ത്രവാദിനെ നമ്മൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. അതിനു മുമ്പ് ശ്രീലക്ഷ്മി, നീ വേറൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഹരീഷിനെ വിളിച്ച് കാണിക്കണം. നടന്ന സംഭവങ്ങളെല്ലാം നീ ബോധ്യപ്പെടുത്തണം. ഹരീഷിനെയും ശ്രീലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി രുക്മിണി ചെയ്ത ചതിയാണെന്ന് ഹരീഷും മനസ്സിലാക്കട്ടെ. സ്വന്തം അമ്മയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയ ഹരീഷ് ആ ഡിവോഴ്സ് അവൻ തന്നെ പിൻവലിക്കും. എങ്കിൽ ഈ തെളിവായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. സാവിത്രി പറയാം. അപ്പോൾ ശ്രീലക്ഷ്മി പറയാം, അതിൻ്റെ ആവശ്യമില്ല. ഈ തെളിവുകളൊക്കെ കാണിച്ചിട്ട് അവൻ എന്നെ ഇനി രണ്ടാമത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഋതിക ചോദിക്കുക, എന്തൊരു മണ്ടത്തരോ ശ്രീ നീ പറയുന്നത്? മണ്ടത്തരമല്ല ഋതികെ, ഇത് എൻ്റെ തീരുമാനമാണ്. ഞാനും ഹരീഷും വളരെ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിച്ചവരാ. എൻ്റെ മനസ്സ് മനസ്സിലാക്കാത്ത ഒരാളെ ഞാൻ എന്തിനു തിരുത്താൻ നോക്കണം? ശ്രീ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹരീഷിന് ഇതൊക്കെയാ നടന്നതെന്നൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഞാൻ ഈ തെളിവായിട്ട് അങ്ങോട്ട് ചെന്നാൽ ഹരീഷിൻ്റെ അമ്മ എന്തു പറയുമെന്നറിയോ? ഇതൊക്കെ ഞാൻ വ്യാജമായിട്ട് കെട്ടിച്ചമച്ചതാണെന്ന്. ആ സ്ത്രീയുടെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ പറയില്ലെന്ന് ഋതികയ്ക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്താ സാവിത്രി ചേച്ചിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? സാവിത്രി പറയാ, നിക്കക്കല്ലി ഇല്ലാതായാൽ പെറ്റമ്മ പോലും ഒറ്റുന്നവളാ രുക്മിണി. സ്വന്തം അമ്മ ആരാണെന്നും അവരെന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്നും ഹരീഷ് തന്നെ സ്വയം മനസ്സിലാക്കട്ടെ. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഹരീഷ് എൻ്റെ അടുത്തോട്ട് വരട്ടെ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നാൽ പിന്നെ എനിക്കെന്താ ഒരു വില? ശ്രീ പറയുന്ന ഒരർത്ഥത്തിൽ ശരി തന്നെയാ. ഒരർത്ഥത്തിലല്ല ഋതിയെ, എല്ലാ അർത്ഥത്തിലും അത് തന്നെയാ ശരി. എന്നോട് ചെയ്തതിനൊക്കെ ദൈവം രുക്മിണിയുടെ പകരം ചോദിക്കും. ഞാനായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് മാത്രവുമല്ല, എന്നെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവിന് എനിക്കിനി വേണ്ട. എന്നെ വേണ്ടാന്ന് പറഞ്ഞവൻ്റെ മുന്നിലോട്ട് ഞാൻ ചെന്നാൽ പിന്നെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ നാണം കെടുത്തുന്ന പോലെയല്ലേ ചെയ്യുന്നത്? ശ്രീലക്ഷ്മി, നീ പറയുന്നതൊക്കെ ശരിയാ. സാവിത്രി ചേച്ചി, പെട്ടെന്ന് എനിക്ക് ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്തേക്കണേ. എത്രയും പെട്ടെന്ന് മന്ത്രവാദിനെ നമുക്ക് അകത്താക്കണം. നന്ദന അച്ഛനാണോ ആർക്കോ മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പുറകിൽ കൂടെ വന്ന് ദീപക്ക് നന്ദനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ നോക്കുക. അവൾക്ക് മനസ്സിലായ ദീപക്കാണെന്ന്. ആളറിയാത്ത പോലെ അയ്യോ ഓടി പറഞ്ഞേ രക്ഷിക്കണേ, നന്ദന ഇത് ഞാനാ എന്നും പറഞ്ഞ് അവളുടെ വാ പൊത്തിപ്പിടിക്കുമ്പോൾ അവൻ്റെ കൈക്ക് നല്ലൊരു കടി കൊടുക്കുന്നുണ്ട്. അയ്യോ ദീപുവേട്ടനായിരുന്നോ? പിന്നെ ഞാനല്ലാതെ ആരാ നമ്മുടെ ബെഡ്റൂമിൽ? ഓർക്കാപ്പുറത്ത് വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച് ഗ്രിഗറയായിരിക്കും. ഗ്രിഗറയോ? അതാരാ? അതൊരു സായിപ്പാ. ആള് വെളുത്ത് ചുമന്നതൊക്കെ ആണെങ്കിലും കാണ്ടാമൃഗത്തെ പോലെയാ. അയാളെ എനിക്ക് വലിയ പേടിയാ. ഉറക്കത്തിൽ പോലും ഞാൻ അയാളെ സ്വപ്നം കാണും. അയ്യോ സോറി ദീപു, പെട്ടെന്നൊരു കടി എനിക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയപ്പോഴേ എൻ്റെ സ്വഭാവത്തിനൂടെ പലതും നടക്കേണ്ടതാ. സാരമില്ല, നീ എൻ്റെ ഡാർലിംഗ് അല്ലേ എന്നും പറഞ്ഞ് ദീപക്ക് അവളെ കെട്ടിപ്പിടിക്കാൻ നോക്കും. അയ്യേ തൊടല്ലേ ദീപു, ഞാൻ വ്രതമല്ലേ. എന്ത് വ്രതം? അതെ, വടസാവിത്രി വ്രതം. അതെന്തൊരു വ്രതവാ? അതെ, ഭർത്താവിൻ്റെ ക്ഷേമത്തിന് ഭാര്യമാരെടുക്കുന്ന ഒരു വ്രതവാ.
അത് വടക്കേന്ത്യയിലുള്ള ഒരു വ്രതമാണ്. ഞാൻ എൻ്റെ ദീപുവിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ എല്ലാ വ്രതവും അനുഷ്ഠിക്കും. നന്ദനെ അങ്ങനെ കുറേ വ്രതങ്ങളുടെ പേര് പറയാം. ദീപക്ക് പറയാം, നിർത്ത്. അപ്പം 365 ദിവസം വ്രതം തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നും അല്ല. എൻ്റെ ദീപുവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാൻ ഈ വ്രതമൊക്കെ നോക്കുന്നത്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയോ? അത് നന്നായല്ലോ. ഇവളൊരു പാരയാണോ? ആ ദിവ്യയെ പോലെയുള്ള വല്ല സെറ്റപ്പും മതിയായിരുന്നു. നന്ദു, നമുക്ക് ഹണിമൂണിന് പോവണ്ടേ? നന്ദന മനസ്സിൽ പറയാം, പിന്നെ നിൻ്റെ ഒരു ഹണിമൂണ്, നിൻ്റെ മോഹമൊക്കെ ഞാൻ നടപ്പാക്കി തരാവടാ. അംബികയുടെ അതിബുദ്ധി മോന് മനസ്സിലായിട്ടില്ല. ഈ നന്ദന ഇവനെ പറ്റിക്കുവാണ്. ഓരോ ദിവസവും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇവനെ പറ്റിക്കുവാണെന്നുള്ളത് ഈ മന്ദബുദ്ധിക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ കുറ്റബോധം കൊണ്ട് വേണുവേട്ടനെ കാണാൻ പോവുമോ? ഒരിക്കലും വേണുവേട്ടൻ പ്രതാപനെ പോലെ മോശമായിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. ഇനി വേണുവേട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് പ്രതാപൻ മാറ്റി ചിന്തിക്കുവാണെങ്കിൽ അംബികയും മകനും സംയുക്തയും എല്ലാം കുടുങ്ങും. ഏതായാലും രുക്മിണിയെയും ദുർമന്ത്രവാദിനെയും പൂട്ടാനുള്ള ഒന്നൊന്നര തെളിവ് നമ്മുടെ സാവിത്രി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ തെളിവുകളൊക്കെ കണ്ട് ഹരീഷ് സ്വന്തം അമ്മയോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും? അമ്മ ചെയ്ത ദ്രോഹമെല്ലാം മനസ്സിലാക്കി ഹരീഷ് കുറ്റബോധത്തോടെ ശ്രീലക്ഷ്മിയുടെ അടുത്ത് വരുമോ എന്നൊക്കെ അറിയാനായി നാളത്തെ റിവ്യൂ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.